Praise the Lord. Hallelujah. 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 Glory to God. Praise the Lord. Praise the Lord. അപ്പാ അങ്ങയ്ക്ക് സ്തോത്രമപ്പാ സ്തോത്രമപ്പാ രക്തതാഴ്ച in the name of Jesus. Hallelujah. 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 Glory to God. Hallelujah. Praise to Jesus. Hallelujah. 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 Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ പ്രിയരെ, റോസ് ഫാമിലിയുടെ FB പേജിൽ കർത്താവിൻ്റെ തിരുവചനം ഘോഷിക്കുവാൻ തക്കോണം ദൈവമായ കർത്താവ് അടിയന് ഒരു നല്ല സന്ദർഭം കൂടെ ഒരുക്കി തന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർ, മറ്റു ദൈവദാസന്മാർ, ദൈവദാസിമാർ, സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകം ഞാൻ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചതുകൊണ്ട് ഇങ്ങനെ ഒരു നല്ല സന്ദർഭത്തെ കർത്താവ് ഒരുക്കി തന്നു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ അരുമനാഥന്റെ വരവ് സമീപമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കാലങ്ങൾ ഇനി ഏറെയില്ല. പ്രൈസ് ദി ലോർഡ്. ഏത് നിമിഷവും കർത്താവിന്റെ വരവിനായി നാം കാത്തിരിക്കുന്നവരായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ നമുക്ക് ശക്തിപ്പെടാം. വിശുദ്ധിയോടെ വേർപാടോടുകൂടി നമുക്ക് ജീവിക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്നൊരു അല്പനിമിഷം തിരുവചനമായി ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനിരിക്കുന്ന വിഷയം വിരുദിനായി ഓടുക എന്നതിനെ കുറിച്ചാണ്. പ്രൈസിലോട് അതിന് മുൻപായി പ്രൈസിലോട് ദൈവമക്കളെ, ഒരു പാട്ടിന്റെ ഒരു ചില ലൈനുകൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥനയ്ക്ക് നേരായി കടന്നു പോകാം. ശേഷമായി വചന ധ്യാനത്തിലേക്ക് കടക്കാം. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ആയിരിക്കുക. ദൈവമായ കർത്താവ് സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ஆண்டவரின் ரட்சகருமாகிய இயேசு கிறிஸ்துவின் இணையற்ற நாமத்தில் அன்பின் வாழ்த்துதலை தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, நம் ஆண்டவராகிய இயேசு சீக்கிரமாக வரப்போகிறார். அவருடைய வருகை சிறிது நேரம் தாமதமாகி விட்டதினாலே இப்படிப்பட்ட ஒரு நல்ல சந்தர்ப்பத்தை கர்த்தர் நமக்கு கொடுத்தார் அல்லவா? நிச்சயமாகவே அவருடைய வருகைக்காக நீங்களும் நானும் ஆயத்தமாய் இருக்க வேண்டியது மிக மிக அவசியமாக இருக்கிறதா? ஹல்லேலூயா. பிரைஸ் தி லார்ட். கர்த்தருக்குள் பிரியமானவர்களே, ஒரு பாடல், ஒரு தமிழ் பாடல் ஒன்றை நான் பாட இருக்கிறேன். அதன் பிறகாக நம்ம ஜெபத்துக்கு நேராக கடந்து செல்வோம். பிரைஸ் தி லார்ட். கர்த்தர் உங்களை அனைவரையும் ஆசீர்வதிப்பாராக. ஆமென். துதிக்க விருப்பமே துதியின் ஆவியா நிரப்புமே என்னை நிரப்புமே நிரப்புமே ஐயா நிரப்புமே என்னை நிரப்புமே நிரப்புமே ஐயா துதியின் தேவனே துதிக்க பார்த்தீரா துதிக்கேണം உம்மை துதிக்கேണം உள்ளம் ஏங்குதே துதிக்கேണം உம்மை துதிக்கேണം உள்ளம் ஏங்குதே ஆலோசனை கர்த்தரே அற்புதத்தின் தேவனே ஆறுதலின் தைலமே ஆரோக்கியவாரிதியே துதியின் தேவனே துதிக்க பார்த்தீரா துதிக்கேണം உம்மை துதிக்கேണം உள்ளம் ஏங்குதே துதிக்கேണം உம்மை துதிக்கேണം
ഉള്ളം ഏകുതേ. കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവജനമേ, പ്രാർത്ഥനയ്ക്ക് യോഗ്യനായ ദൈവം നമ്മുടെ കർത്താവ് മാത്രമാ. സ്തുതിക്ക് യോഗ്യനായ ദൈവം നമ്മുടെ കർത്താവ് മാത്രമാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നാം അനാഥരായി, നമുക്കാരും തന്നെ ആദരവില്ല എന്ന് ചിന്തിക്കുന്ന നേരത്ത്, ആരുടെയും സഹായം ഇല്ല എന്ന് ചിന്തിക്കുന്ന നേരത്ത്, ആരും നമ്മെ സഹായിക്കുവാനില്ലല്ലോ, ഞാൻ ഏകനാണ് എന്ന് ചിന്തിക്കുന്ന സമയത്ത്, ആപത്ത് നാളിൽ കൂടെയിരുന്ന് ബലപ്പെടുത്തുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മെ വിടുവിക്കുന്ന സ്തുതിക്ക് യോഗ്യനായ ദൈവം നമ്മുടെ കർത്താവ് മാത്രമാണ്. എത്ര പേർക്ക് ഈ വൈകിയവേളയിൽ അങ്ങനെ പറയുവാൻ കഴിയും? എന്റെ കർത്താവ് എന്റെ ഉപനിധിയാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ പാടുമ്പോൾ, ഞാൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഞാൻ ആരാധിക്കുമ്പോൾ, ആ സ്തുതിക്ക് യോഗ്യനായ ദൈവം ഹല്ലേലൂയ എന്നോട് കൂടെയുണ്ട്. എന്റെ പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി തരുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എന്നോട് ചേർന്ന് നിങ്ങൾക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അനാദിദേവൻ നീരേ, ആപത്ത് നേരത്തിലേ അടക്കാലമാണീരേ, ആധാരമെன்றென்றுமே തുതിയൻ ദേവനേ, തുതിക്ക് പാർത്തിരാ, തുതിക്കേണം ഉമ്മൈ തുതിക്കേണം, ഉള്ളം ഏകുതേ, തുതിക്കേണം ഉമ്മൈ തുതിക്കേണം, ഉള്ളം ഏകുതേ, துதிக்க விருப்பமே, துதியின் ஆவியா நிரப்புமே, என்னை நிரப்புமே, நிரப்புமே ஐயா, நிரப்புமே என்னை, நிரப்புமே, നിരപ്പുമേ അയ്യാ, തുതിയൻ ദേവനേ, തുതിക്ക് പാർത്തിരാ, തുതിക്കേണം ഉമ്മൈ തുതിക്കേണം, ഉള്ളം ഏകുതേ, തുതിക്കേണം ഉമ്മൈ തുതിക്കേണം, ഉള്ളം ഏകുതേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, ഈ വൈകിയവേളയിൽ വചനവുമായി അടിയൻ കടന്നു വരുന്നപ്പ, വചനത്തിനാഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ കർത്താവേ, അനേകർക്ക് ഇന്നത്തെ വചനം ഒരു അനുഗ്രഹമായി മാറട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുരക്തത്താൽ എല്ലാവരെയും അങ്ങ് കഴുകി മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവേറ്റവും ആസന്നമായിരിക്കുന്നു എന്ന ഉലക സംഭവങ്ങൾ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നു. വചനത്തിൽ പറയും പോലെ കർത്താവേ, ഹല്ലേലൂയ, സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവേ, പ്രാർത്ഥനയിലും പാട്ടിലുമായി ദൈവത്തെ കൂടുതലായി മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചന ധ്യാനത്തിലേക്ക് അടിയൻ കടക്കുന്നു. കർത്താവേ, ഇന്നത്തെ വചനം എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ, ഒരു ഉണർവുണ്ടാകട്ടെ, ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. വചനം കേൾക്കുന്നവരിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുവാൻ അടിയനെ ബലപ്പെടുത്തണമേ കർത്താവ്. അവിടുത്തെ രക്തത്താൽ കഴുകി മുദ്രയിട്ടാട്ട് സകല നന്മകളാൽ ഒപ്പിച്ച നിറയ്ക്കണം. സകലത് ഞങ്ങൾക്കായി ജീവന് വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, നാം എല്ലാവരും ഒരു ഓട്ടത്തിലല്ലേ? പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. നാം എല്ലാവരും മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയാ നാം ഓടുന്നത്? പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, വിരുദിനായി ഓടുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി നമ്മുടെ അരുമനാഥൻ ഹല്ലേലൂയ അനേക വിരുദുകൾ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുക. ദൈവജനമേ, അത് പ്രാപിച്ചെടുക്കാൻ വേണ്ടിയാ ഇന്ന് നിങ്ങളും ഞാനും ഈ പരിശ്രമം എല്ലാം. പ്രൈസ് ദി ലോർഡ്. നാം അതിനു വേണ്ടിയാണ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഓടുന്നതും അധ്വാനിക്കുന്നതൊന്നും വൃഥാവായി പോകരുത്. ദൈവജനമേ, കർത്താവിന്റെ രാജ്യത്തിനും നീതിക്കും വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരുവാൻ ദൈവം ഈ നാളുകളായി നാം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവജനം പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, നാം ഓടുന്നത് വിശ്വാസ പോർക്കളത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസ പോർക്കളത്തിൽ ഓടുന്നത് അല്പം കഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, കർത്താവിന്റെ കൃപയാൽ അത് സാധിക്കും പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, നമുക്കറിയാം ഓട്ടത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് നമുക്ക് നന്നായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, ഓടുന്ന ഒരു വ്യക്തി സ്ഥിരതയോടെ ഓടണം. പ്രൈസ് ദി ലോർഡ്. സ്ഥിരതയില്ലാതെ ഓടിയാൽ ഓട്ടപന്തയത്തിൽ തോറ്റുപോകും. അത് നിശ്ചയമാണ്. മാത്രമല്ല, ചിലരെ കണ്ടിട്ടില്ലേ, ഓടാൻ വരുന്ന ചിലർ ഓടുന്ന ലൈനിൽ നിൽക്കുന്നവരെ അവരെ തള്ളിവിട്ടിട്ട് ഓടി ജയിക്കുവാനായിട്ട് ഓടുന്നത് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എത്ര പേർക്കറിയാം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നേക്ക് അനേകരും അങ്ങനെയാ. വിശ്വാസ പോർക്കളത്തിലും അങ്ങനെ തന്നെയാ. പ്രൈസ് ദി ലോർഡ്. ഓടുകയാ, വിരുദിനായി ഓട്ടം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഈ ഓട്ടത്തിൽ അലസരായി കാണപ്പെടുന്നവർ എന്താ ചെയ്യുന്നറിയാമോ? അവർ തോറ്റുപോകും, അവർ പരാജിതരാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ ഓട്ടം കണ്ടിട്ട് ഒരിക്കലും ഓടരുത് പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. നാം ജയിക്കണമോ, നാം അവിടെ വിജയിയാകണമോ, സമ്മാനത്തിന് അർഹരാകണമോ, നിശ്ചയമായും നാം എന്ത് ചെയ്യണം? മറ്റുള്ളവരെ കണ്ടുകൊണ്ട് ഓടരുത്, കാണാതെ ഓടണം. അതാണ് സ്ഥിരതയോടുള്ള ഓട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നാം ഓരോരുത്തരും അങ്ങനെ തന്നെ ആയിരിക്കണം. പ്രിയ ദൈവജനമേ, ഇന്ന് ചില പ്രത്യേകതയുള്ള ചില ഓട്ടങ്ങളെ കുറിച്ചാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഒന്നാമതായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ഓട്ടം ജീവരക്ഷയ്ക്കായി ഓടുക. പ്രൈസ് ദി ലോർഡ്. ജീവരക്ഷയ്ക്കായി ഓടുക. പ്രിയ ദൈവജനം, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാം, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കയും അരുത്, നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, ജീവരക്ഷയ്ക്കായി ഓടിപ്പോക. പ്രിയ ദൈവജനം, ഈ വേദഭാഗത്തിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പല ആവൃത്തികൾ നാം വായിച്ചിട്ടുള്ള വേദഭാഗമാണ്. പ്രിയ ദൈവജനമേ, നമുക്കറിയാം ഈ ഓട്ടപന്തയത്തിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ് എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പ്രിയ ദൈവജനമേ, അബ്രഹാം, ലോത്ത്, ഇങ്ങനെ രണ്ട് വ്യക്തികളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം, ലോത്ത്. പ്രിയ ദൈവജനമേ, ഈ രണ്ട് വ്യക്തികളാണ്. അതുപോലെ തന്നെ ഇവർക്ക് രണ്ട് ദർശനം, അതുപോലെ തന്നെ രണ്ട് കാഴ്ചപ്പാട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനെ കുറിച്ച് നമുക്കറിയാം. പ്രിയ ദൈവജനമേ, അബ്രഹാമിനെ ദൈവം വിളിച്ചു. എങ്ങനെയാണ്? യഹോവയായ ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാം സ്വജനത്തെ, അതായത് പിതൃഭവനത്തെയും പിതൃഭവനത്തെയും വിട്ടിട്ടാണ് അബ്രഹാം വരുന്നത്. യഹോവയായ ദൈവം വിളിച്ച വിളിക്ക് മുൻപിലായിട്ട് പോകുന്നത്. പ്രിയ ദൈവജനമേ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. മാത്രമല്ല, ഹല്ലേലൂയ, ഇവിടെ അബ്രഹാമും ലോത്തും യാത്ര ചെയ്യുക. എന്നാൽ രണ്ടുപേരും സ്നേഹത്തോടെ വഴി പിരിയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. രണ്ടുപേരും സ്നേഹത്തോടെ വഴി പിരിയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ലോത്തിനെ സംബന്ധിച്ചിടത്തോളം ലോത്ത് കാഴ്ചയാലുള്ള വിളിയാണ്. ലോത്തിന്റെ കാഴ്ചപ്പാടതാണ്, കാഴ്ചയാലുള്ള യാത്രയാണ്. എന്നാൽ അബ്രഹാമോ വിശ്വാസത്താലുള്ള യാത്രയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാം വിശ്വാസത്താൽ യാത്ര ചെയ്യുന്നു. പ്രിയ ദൈവജനമേ, വിശ്വാസത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ എന്താണ് വിശ്വാസം? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ദൈവജനമേ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. പ്രിയരെ, ഇവിടെ നാം ചിന്തിക്കുന്നത്
ലോത്ത് തിരഞ്ഞെടുത്തത് സോദോം ഗൊമോറ പട്ടണത്തെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ അബ്രഹാമോ, പ്രൈസ് ദി ലോർഡ്, അബ്രഹാമിനെ കുറിച്ച് നാം പഠിക്കുന്നത്, അബ്രഹാം പ്രൈസ് ദി ലോർഡ് തന്റെ ഭവനത്തെയും പിതൃഭവനത്തെയും ഒക്കെ വിട്ടിട്ട് താൻ യാത്ര ചെയ്തത് വിശ്വാസത്താലാണല്ലോ ദൈവമക്കളെ, ഹല്ലേലൂയ. എന്നാൽ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ദൈവമക്കളെ, അബ്രഹാം ദൈവത്തിന്റെ ആലോചന പ്രകാരം, ദൈവത്തിന്റെ വിളി എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവജനമേ അബ്രഹാം യാത്ര ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആലോചന എന്താണ് എന്ന് അന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ താൻ യാത്ര ചെയ്യുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയ ദൈവജനമേ, പലരും ഇന്ന് ഹല്ലേലൂയ വിളിയൊന്നും ഉണ്ടാവത്തില്ല, യാത്രയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനേകരും ഇന്നേക്ക് അങ്ങനെയാ. എന്നാൽ ദൈവജനം ഇന്ന് ചിന്തിക്കേണ്ടത്, ദൈവത്തിൽ നിന്ന് നമുക്ക് വിളിയുണ്ടോ, തെരഞ്ഞെടുപ്പുണ്ടോ എന്നതിനെ കുറിച്ച് നാം ചിന്തിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയാണ് നാം യാത്ര ചെയ്യേണ്ടത്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കവിടെ ഈ അബ്രഹാമിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നു. അബ്രഹാം എങ്ങനെ, അവിടെ എങ്ങനെയാണ് പറയുന്നത് ദൈവമക്കളെ, അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു, ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു. സോദോം വരെ കൂടാരം നീക്കി അടിച്ചും സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാപികളും ആയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഇവിടെ നാം ചിന്തിക്കുന്നത് അബ്രഹാമിൽ നിന്നും താൻ അതായത് വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവത്തിൽ നിന്നും ഈ ലോത്ത് വളരെയേറെ അകലപ്പെടുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ചില വീടുകളിൽ ഹല്ലേലൂയ എല്ലാവരും രക്ഷിക്കപ്പെട്ട അവസ്ഥയിലല്ല, എന്നാൽ ആ ഭവനത്തിൽ ഒരു വ്യക്തിയെങ്കിലും കാണും പ്രാർത്ഥനയുടെ മുഖത്ത് നിൽക്കുന്നവർ. ഇവിടെ അബ്രഹാം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിയോട് കൂടെ തന്നെയാണ് ലോത്ത് പുറപ്പെട്ടു വന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, നാം ഓരോരുത്തരും ഹല്ലേലൂയ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, ഇവിടെ ഈ ലോത്തിനോട് ദൈവം പറയുകയാണ്. എന്താണെന്ന് അറിയാമോ? ലോത്തിനോട് ദൈവം പറഞ്ഞത്, നിന്റെ ജീവരക്ഷയ്ക്കായി നീ ഓടിപ്പോക എന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ ജീവരക്ഷയ്ക്കായി നീ ഓടുവാനാണ് പറഞ്ഞത്. പ്രിയ ദൈവജനമേ, എന്നാൽ ഹല്ലേലൂയ നമുക്കിവിടെ ചിന്തിക്കുവാൻ കഴിയുന്നത്, പട്ടണത്തിൽ ജീവിച്ച പ്രൈസ് ദി ലോർഡ് സുഖമാണ് ഈ ലോത്തിനുള്ളത്. ഹല്ലേലൂയ. താൻ എന്താ ചെയ്യുന്നത്? ഈ പട്ടണത്തിന്റെ സുഖം എന്ന് പറയുന്ന ഒന്ന് തനിയാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. അങ്ങനെ ഈ ലോകത്തിന്റെ അനുഭവങ്ങളിലൂടെ, സന്തോഷങ്ങളിലൂടെ മാത്രമാണ് ദൈവമക്കളെ ഈ ലോത്ത് ചുറ്റി സഞ്ചരിച്ചതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അബ്രഹാം കനാൻ താമസിച്ച നിത്യ ജീവിതത്തിനായി ഹല്ലേലൂയ വാഞ്ചിച്ചുള്ള ജീവിതമാണ് അബ്രഹാമിനുണ്ടായിരുന്നത്. ദൈവവചനം പറയുന്നു, കോരഹ പുത്രന്മാർ ആസാഫ്, ദാവീദ് ഇവരെല്ലാം ദൈവത്തിന്റെ കൂടാരങ്ങളിൽ പാർക്കുവാൻ ആഗ്രഹിച്ചു എന്ന. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഇവിടെ പിന്നെയും നമുക്ക് ഈ ലോത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ലോത്ത് എന്ന വാക്കിന്റെ അർത്ഥം വലഞ്ഞു പോയ നീതിമാൻ എന്ന. പ്രൈസ് ദി ലോർഡ്. വലഞ്ഞു പോയ നീതിമാൻ എന്നാണ് ഈ ലോത്ത് എന്ന വാക്കിന്റെ അർത്ഥം. പ്രിയ ദൈവജനമേ, ദൈവമക്കളെ, ആകയാൽ നാം ഓരോരുത്തരും ജീവരക്ഷയ്ക്കായി ഓടണം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ലോത്ത് ജീവരക്ഷയ്ക്കായി ഓടി. പ്രൈസ് ദി ലോർഡ്. പിന്നെയും നാം അതിന് 19-20 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ദൈവജനമേ, എന്താണെന്നറിയാമോ? ഈ പട്ടണം അതായത് 19 മുതൽ വായിക്കുമ്പോൾ, കർത്താവേ നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ. ഇവിടെ ലോത്ത് പറയുക, ഹല്ലേലൂയ, എന്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു. പർവ്വതത്തിൽ ഓടിയെത്തുവാൻ എനിക്ക് കഴിയുകയില്ല, പക്ഷേ എനിക്ക് ദോഷം തട്ടി മരണം ഭവിക്കും. ഇതാ ഈ പട്ടണം സമീപമാകുന്നു, അവിടേക്ക് എനിക്ക് ഓടാം. അത് ചെറിയതാകുന്നു, ഞാൻ അവിടേക്ക് ഓടിപ്പോകട്ടെ എന്ന. ഹല്ലേലൂയ. ഇവിടെ ലോത്ത് ദൈവത്തോട് ചോദിക്കുക, പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഞാൻ അവിടേക്ക് ഓടിപ്പോകട്ടെ എന്ന്. അത് ചെറിയതല്ലോ, എന്നാൽ എനിക്ക് ജീവരക്ഷ ഉണ്ടാകും. അവനോട് ഇക്കാര്യത്തിലും ഞാൻ നിന്നോട് കടാക്ഷിച്ചിരിക്കുന്നു എന്ന്. നോക്കണം ദൈവമക്കളെ, ഇവിടെ ലോത്ത് രക്ഷപ്പെടുവാനുള്ള സാഹചര്യം എന്താണെന്ന് അറിയാമോ? അബ്രഹാമാണ്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ പ്രാർത്ഥനയാണ്, അബ്രഹാമിന്റെ വിശ്വാസമാണ് ദൈവജനമേ. ഹല്ലേലൂയ. ഇവിടെ ലോത്ത് രക്ഷപ്പെടുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ,
നാമൊക്കെയും ജീവരക്ഷയ്ക്കായി ഓടുന്നത് എന്തിനാണെന്നറിയാമോ? ബിരുദനായിട്ടുള്ള ഓട്ടമാണ്. അത് മറന്നു പോകരുത് പ്രിയ ദൈവജനം. രണ്ടാമത്തെ പോയിന്റ് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, പാപത്തിൽ വീഴാതെ ഓടണം. ഒരു ദൈവ പൈതൽ പാപത്തിൽ വീഴാതെ ഓടണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, നമുക്ക് അതിനാധാരമായിട്ട് ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 39:12 വാക്യം നമുക്കിവിടെ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 39:12 വാക്യം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവൻ തന്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു. പ്രിയ ദൈവജനമേ, ഈ വേദഭാഗത്തിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ ദൈവമക്കളെ. ജോസഫിന്റെ ചരിത്രമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. എന്താണ് സംഭവം? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, ഇവിടെ ജോസഫിനെ തന്റെ സഹോദരന്മാർ എന്താ ചെയ്യുന്നത് അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ പറയുമ്പോൾ ഒത്തിരി സമയം പോകും. എന്നാൽ ദൈവജനമേ, ഇസ്മായേലി കച്ചവടക്കാർ തന്നെ പൊത്തിഫറിന്റെ ഭവനത്തിലേക്കാണ് വിൽക്കുന്നത്. അവിടെ പോലെ ഞാൻ പറയട്ടെ പ്രിയരെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ഈ പൊത്തിഫറിന്റെ ഭവനത്തിൽ തന്നെ വിൽക്കുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ കോമളനും സുന്ദരനുമായിരിക്കുന്ന ജോസഫ്, ഹല്ലേലൂയ, തന്റെ മിടുക്കൻ സാമർഥ്യമൊക്കെ കണ്ടപ്പോൾ പൊത്തിഫർ എന്താ ചെയ്യുന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്, ദൈവജനമേ, തന്നെ അവിടെ നിന്ന് ആ ഭവനത്തിന്റെ കാര്യ വിചാരകനാക്കി മാറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അങ്ങനെ ജോസഫ് ആ ഭവനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി മാറുകയാണ്. എന്നാൽ ഈ പൊത്തിഫറിന്റെ ഭാര്യയ്ക്കോ അവൾ ജഡീക ചിന്തയുള്ളവൾ. പ്രൈസ് ദി ലോർഡ്, ദൈവ വഴിയിലൂടെ അല്ല അവളുടെ യാത്ര. അവൾ ഈ സുന്ദരനും സുമുഖനുമായ ജോസഫിനെ കണ്ടപ്പോൾ അവൾ എന്താ ചെയ്യുന്നറിയാമോ? തന്നെ പാപത്തിലേക്ക് വലിച്ചിരയ്ക്കുന്ന ഒരു സംഗതി നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ. എന്നാൽ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം താൻ വിശ്വസ്തനും ദൈവഭക്തനും നീതിമാനുമാ. ഹല്ലേലൂയ. എത്ര പാപം തന്റെ മുൻപിൽ കണ്ടാലും താൻ ആ പാപത്തെ വിട്ട് ഓടുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുള്ളത് മറന്നു പോകരുത്. ഇന്ന് അനേകർക്ക് സാഹചര്യങ്ങൾ ഇല്ല എന്ന് നോക്കിയിരിക്കുക. എന്തിനാണെന്നറിയാം? പാപം ചെയ്യുവാൻ. ഇവിടെ പാപം ചെയ്യുവാനുള്ള സന്ദർഭം ലഭിച്ചിട്ടും ദൈവത്തിന്റെ ദാസൻ എന്ന് പറയട്ടെ, അങ്ങനെ തന്നെ പറയട്ടെ ദൈവമക്കളെ, ജോസഫ് എന്താ ചെയ്തത്? പാപത്തെ വിട്ട് ഓടി എന്നാണ് നാം കാണുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പാപത്തെ വിട്ട് താൻ ഓടുമ്പോൾ ചുമ്മാതെ ഓടിപ്പോയില്ല. തന്റെ കയ്യിലിരുന്ന വസ്ത്രത്തെ വലിച്ചെറിഞ്ഞിട്ടാണ് ഓടിയത്. പ്രൈസ് ദി ലോർഡ്. നോക്കണം ദൈവമക്കളെ. എന്നാൽ ഇത് പൊത്തിഫറിന്റെ ഭാര്യയ്ക്ക് ഒരു വലിയ പ്ലസ് പോയിന്റ് ആണ്. എന്താണെന്നറിയാമോ? ഇന്നേക്ക് അനേക സഹോദരിമാർ അങ്ങനെയാ. ഭവനത്തിലിരിക്കുന്നവൾ, ഭവനത്തിലിരിക്കുന്ന അനേക സ്ത്രീകളും അങ്ങനെ തന്നെയാ. ഭർത്താവ് വരുമ്പോഴേക്ക് എന്തെല്ലാം പാപങ്ങളെ ചെയ്തു കൂട്ടും. പക്ഷെ ഭർത്താവിന്റെ മുൻപിൽ അവൾ നല്ലവളായി കാണപ്പെടും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രിയ ദൈവജനമേ, ഒരു കാര്യം നാം ചിന്തിച്ചു കൊള്ളണം. എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, ഒരു കാര്യം നാം മനസ്സിലാക്കിക്കൊള്ളണം. ഇവിടെ ജോസഫ്, ഹല്ലേലൂയ, ഇവിടെ തന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോയി. എന്നാൽ ഇവൾ ചെയ്തെന്താണെന്നറിയാമോ? ഹല്ലേലൂയ, തന്റെ ഭർത്താവ് വന്നപ്പോഴേക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം കൂട്ടിവെച്ച് ചേർത്തി വെച്ച് എല്ലാം തന്റെ ഭർത്താവിനോട് പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തന്റെ ഭർത്താവിനോട് പറഞ്ഞ് തന്റെ ഭർത്താവിനെ ഒരു തരത്തിൽ അങ്ങ് വിശ്വസിപ്പിച്ചു. ജോസഫ് തന്നെ പാപത്തിന് വലിച്ചിഴച്ചതായിട്ട് അവൾ സംഗതിയെ തിരിച്ചു കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. വിഷയത്തെ അവൾ തലക്കീഴായി മാറ്റി. ദൈവജനമേ, എന്നാൽ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളണം. എത്രയൊക്കെ ആയാലും എന്തെല്ലാം പാപങ്ങൾ ചെയ്താലും സ്ത്രീകളെ ഭർത്താക്കന്മാർ വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെയും അത് തന്നെയാണ് നടന്നത്. ഹല്ലേലൂയ. പൊത്തിഫർ തന്റെ ഭാര്യ പറഞ്ഞതൊക്കെ വിശ്വസിച്ചു. തന്നെ എന്ത് ചെയ്യുന്നറിയാമോ? വളരെ പെട്ടെന്ന് തന്നെ ഭവനത്തിൽ നിന്ന് കാരാഗ്രഹത്തിലേക്ക് മാറ്റി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ തന്നെ മാറ്റുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. സ്നേഹിതരെ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. എന്നാൽ ദൈവത്തിന്റെ ഒരു നിയോഗമുള്ള മനുഷ്യനാണ് ഈ ജോസഫ് എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. താൻ എത്രയൊക്കെ എവിടൊക്കെ കടന്നു ചെന്നാലും ദൈവമക്കളെ, ജോസഫിനോട് കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ, കാരാഗ്രഹ പ്രമാണിയോട് ദൈവത്തിന്റെ ഒരു വലിയ ദയവുണ്ടാകുന്നു. ജോസഫിനെ അവിടെയും കാരാഗ്രഹത്തിലും ഉയർത്തി വയ്ക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പാപത്തെ വിട്ട് ഓടണം സ്നേഹിത. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
ഹല്ലേലൂയ. നീ ആരും അറിയാതെ ചാറ്റിംഗ് ചെയ്യുന്നതും, ആരും അറിയാതെ ഫോണിൽ സംസാരിക്കുന്നതും, ആരും അറിയാതെ വീഡിയോ കോൾ ചെയ്യുന്നതും ഒക്കെ ഇതെല്ലാം പാപത്തിന്റെ ലിസ്റ്റാ. പാപം ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെറിയത് മുതൽ വലിയത് വരെ എന്റെ യേശുവിന്റെ മുൻപിൽ എല്ലാം പാപം തന്നെയാ. ആ പാപത്തെ വിട്ട് ഓട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം വചനത്തിന് മുൻപിൽ നിന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കുവാൻ കഴിയുമോ? സഹോദരങ്ങളെ, യേശു കർത്താവ് ഉള്ളങ്ങളെ ആരാഞ്ഞറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നു? സഹോദരങ്ങളെ, സമുദ്രത്തിന്റെ ആഴത്തിന്റെ അടിത്തട്ടിൽ പോയി നീ ഹല്ലേലൂയ വലിയ ഭവനമൊക്കെ വെച്ച് ആ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കടന്നു പോയാലും അവിടെയും സമുദ്രത്തിന്റെ അടിത്തട്ടിലും എന്റെ ദൈവത്തിന്റെ ദർശനം നിന്നോട് കൂടെ ഉണ്ടാവും. നിന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക ദൈവത്തിന്റെ. ഹല്ലേലൂയ, കർത്താവ് അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആകയാൽ എന്റെ ദൈവത്തിന്റെ മുൻപിൽ ഒന്നും മറച്ചു വയ്ക്കുവാനായിട്ടില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, അവിടെ ഹല്ലേലൂയ എന്താ സംഭവിച്ചെന്നറിയാമോ? സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ജോസഫിനെ പ്രൈസ് ദി ലോർഡ് കാരാഗ്രഹത്തിൽ നിന്നും ദൈവം ഉയർത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. കാരാഗ്രഹത്തിൽ നിന്നും ദൈവം ഉയർത്തി എവിടേക്കാണെന്നറിയാമോ? സ്നേഹിതരെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഫറവോന്റെ ആ മിസ്രൈമിലെ പ്രധാന മന്ത്രിയാ പ്രൈസ് ദി ലോർഡ് ഉയർത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സ്നേഹിതരെ, ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ വ്യക്തമായി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, പാപത്തെ വിട്ട് ഓടണം. ഹല്ലേലൂയ, പാപത്തെ വിട്ട് ഓടണം. നമുക്കറിയാം ശിംശോന്റെ ചരിത്രം നമുക്കേവർക്കും സുപരിചിതമാണല്ലോ. ശിംശോൻ എന്താ ചെയ്തത്? ശിംശോനെ സംബന്ധിച്ചിടത്തോളം ശിംശോനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, പ്രിയ ദൈവജനമേ, ശിംശോൻ ഹല്ലേലൂയ തന്റെ ശത്രുക്കളെ തോൽപ്പിച്ചു കൊണ്ടിരുന്നു എന്നാണ് ശിംശോനെ കുറിച്ച് നാം പഠിക്കുന്നത്. ഹല്ലേലൂയ, ശിംശോൻ തന്റെ ശത്രുക്കളെ തോൽപ്പിച്ചു കൊണ്ടിരുന്നു. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ ദൈവജനമേ? എന്താണ് ശിംശോൻ? ആരാണ് ശിംശോൻ? ശിംശോൻ ഉണ്ടായിരുന്ന ആ പവർ എന്തായിരുന്നു? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ശിംശോനെ കുറിച്ച് വിശുദ്ധ വേദ പുസ്തകത്തിൽ പറയുന്നത്, ശിംശോൻ നാസീർ വ്രതക്കാരനായിരുന്നു. ശിംശോൻ പരിച്ഛേദനയേറ്റവനായിരുന്നു. ശിംശോൻ ആത്മാവ് നിറഞ്ഞവനായിരുന്നു. ശിംശോൻ ദൈവത്തിന്റെ നീരുറവയിൽ നിന്ന് കുടിച്ചവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ നീരുറവയിൽ നിന്ന് കുടിച്ചവനായിരുന്നു എന്നാണ് ശിംശോനെ കുറിച്ച് പറയുന്നത്. അത്രമാത്രം ക്വാളിഫിക്കേഷൻ ആണ് ശിംശോൻ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ശിംശോൻ എന്നത് അറിഞ്ഞുകൊള്ളണം. പ്രിയ ദൈവജനമേ, എന്താ സംഭവിച്ചത്? ലോകമാകുന്ന ദലീലയുടെ മടിയിൽ താൻ എന്താ ചെയ്തത്? തല വെച്ച് കിടന്നുറങ്ങി. എന്ത് സംഭവിച്ചു? പ്രിയ ദൈവജനമേ, ശിംശോന്റെ ജഡ കത്തിരിച്ച് കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജഡ കത്തിരിച്ചപ്പോൾ എന്താ സംഭവിച്ചു? ശിംശോന്റെ കൃപകൾ നഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ശിംശോന്റെ കൃപകൾ നഷ്ടപ്പെട്ടു. പ്രിയരെ, ഹല്ലേലൂയ. എവിടെ നാം ഇരിക്കണമോ അവിടെ മാത്രമേ ഇരിക്കാവൂ. എവിടെ നിൽക്കണമോ അവിടെ നിൽക്കാവൂ. ആവശ്യമില്ലാത്ത ഇടത്ത് സംസാരിക്കുക, ആവശ്യമില്ലാത്ത ഇടത്ത് പോയി നിൽക്കുക, ഇതൊക്കെ ദൈവം വെറുക്കുന്ന ഒന്ന് തന്നെയാ. നാം ചെയ്തു കൂട്ടുന്ന പാപങ്ങളിൽപ്പെട്ട് തന്നെയാ ഇതും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഹല്ലേലൂയ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ച ശിംശോൻ ദൈവ വഴി വിട്ട് മാറിയപ്പോൾ, ദലീല എന്ന ആ ലോകത്തിന്റെ മടിയിൽ തലവെച്ചപ്പോൾ, ഉറങ്ങിയപ്പോൾ തന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? പരാജയം സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. തനിക്ക് ദൈവം കൊടുത്തിരുന്ന കൃപകൾ തനിക്ക് നഷ്ടമായി. പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല ദൈവജനമേ, ആരും അറിയാതെ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ എത്ര വലുതല്ലേ? എത്രയോ പാപങ്ങൾ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളുടെ മുമ്പിൽ വളരെ ശ്രേഷ്ഠമായി ആമേൻ 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 പറഞ്ഞാൽ മതിയോ? വെള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതിയോ? സ്നേഹിത, ഹല്ലേലൂയ, അന്യഭാഷകൾ പറഞ്ഞാൽ മതിയോ? ജീവിതത്തിൽ ഹല്ലേലൂയ വിശുദ്ധിയും വേർപാടുമില്ലാത്തൊരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ, സഹോദരങ്ങളെ, ഹല്ലേലൂയ, നീ പാപത്തിന് അടിമപ്പെട്ടു പോവുകയല്ലേ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, 2022 ആണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ദൈവജനമേ, ഒരു കാര്യം നിങ്ങളോട് ഞാൻ വ്യക്തമായി പറയട്ടെ. പിശാചിന് ഇടം കൊടുക്കരുതേ. പ്രൈസ് ദി ലോർഡ്. പാപത്തെ വിട്ട് നീ ഓടണം. നിന്റെ ജീവിതത്തിൽ വിശുദ്ധിയും വേർപാടും ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. പിശാചാണവന്റെ തന്ത്രം എന്താണെന്ന് അറിയാമോ?
പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, പിശാചിന്റെ തന്ത്രം എന്താണെന്ന് അറിയാമോ? നമ്മളുടെ പുതിയ പ്രതിഷ്ഠകളും തീരുമാനങ്ങളും അതിനെ തകർക്കുക എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അതിനെ തകർക്കുക എന്നതാണ്. പ്രിയ ദൈവജനമേ, പിശാചാണവൻ നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന നോട്ടത്തിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുണ്ടോ, എവിടെ പാടുന്ന ഒരു വ്യക്തിയുണ്ടോ, എവിടെ ഒരു അന്യഭാഷയുടെ ശബ്ദം കേൾക്കുന്നുവോ, എവിടെ പ്രവചനവരമുണ്ടോ, അവിടെ പിശാചാണവൻ നോട്ടമിടും. നമുക്കറിയാം, കഴുകന്റെ സ്വഭാവം അറിയത്തില്ലേ പ്രിയപ്പെട്ടവരെ? എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു കുരുകിലോ ഒരു കോഴിക്കുഞ്ഞോ എവിടെയെങ്കിലും ചുറ്റി നടക്കുന്നത് കഴുകൻ എത്ര മൈലുകൾ കകലെ നിന്നുകൊണ്ട് കാണുന്നതല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ തന്നെയാ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ പിശാചാണവൻ നോട്ടമിടുന്നതും അങ്ങനെ തന്നെയാ. അവന്റെ സർവ്വ തന്ത്രങ്ങളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുക. 2022 ആണ്ടിൽ പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, നാം ഓരോരുത്തരും പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് അറിയാത്തവരായി തീരരുത്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പാപത്തെ വിട്ട് ഓടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് മറ്റൊരു പോയിന്റ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, ജനം നിന്നെ ഉയർത്തുമ്പോൾ ഒഴിഞ്ഞോടണം. ജനം നിന്നെ ഉയർത്തുമ്പോൾ ഒഴിഞ്ഞ് ഓടണം. പ്രൈസ് ദി ലോർഡ്. എന്താണത്? ഹല്ലേലൂയ. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: അവൻ വന്നു തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. ഇതെന്താണെന്ന് അറിയാമോ ദൈവമക്കളെ? ഇവിടെ നമുക്കറിയാം, 5 അപ്പവും 2 മീനും കൊണ്ട് ദൈവം 5000 പുരുഷന്മാരെയാണ് പോഷിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ചെയ്ത ഈ അത്ഭുത പ്രവൃത്തി അവർ കണ്ടപ്പോഴേക്കും അവരെന്താ ചെയ്തെന്നറിയാമോ? ദൈവജനമേ, ഉടൻ തന്നെ കർത്താവിനെ അങ്ങ് രാജാവാക്കാൻ തീരുമാനിക്കുക. വളരെ പെട്ടെന്ന് തന്നെ അവർ രാജാവാക്കണം എന്നുള്ള ഒരു പ്ലാനിങ്ങിൽ വന്നു. എന്നാൽ ഹല്ലേലൂയ, എന്താ സംഭവിക്കുന്ന അറിയാമോ? കർത്താവ് അത് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് അവരിൽ നിന്ന് അവരെ വിട്ട് കടന്നു ചെല്ലുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ആരെങ്കിലും ഒക്കെ ആവശ്യമില്ലാതെ നമ്മെ കുറിച്ച് പുകഴ്ത്തി പറയുവാൻ ആഗ്രഹിച്ചെങ്കിൽ ഒരു സെക്കൻഡ് പോലും അവിടെ നിൽക്കരുത് കേട്ടോ. അവിടെ നിന്ന് ഓടിപ്പോയേക്കണം. അതിന്റെ പിന്നിൽ ഒരു വലിയ സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ദൈവമായി കർത്താവ് പുകഴ്ച ആഗ്രഹിക്കുന്ന ദൈവമല്ല. ആരെങ്കിലും കർത്താവിനെ വാഴ്ത്തുവാൻ പുകഴ്ത്തുവാൻ ആഗ്രഹിച്ചാൽ കർത്താവ് അവിടെ നിൽക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നാമും വിശ്വാസികളായിരിക്കുന്ന നാം ഓരോരുത്തരും അങ്ങനെ തന്നെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവജനമേ, ഒരിക്കലും നമ്മുടെ കഴിവുകൾ വെളിപ്പെടുത്തരുത്. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ അവിടെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് സൗഖ്യമായി, എന്റെ പ്രാർത്ഥന കൊണ്ട് ആ രോഗി സൗഖ്യമായത്, എന്റെ അവിടുത്തെ ഉപവാസ പ്രാർത്ഥന കൊണ്ട് ആ രോഗി അവിടെ രക്ഷപ്പെട്ടത് എന്നൊന്നും ആരും പറയരുത്. കർത്താവ് അത് അംഗീകരിക്കുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. എവിടെ താഴ്മയുണ്ടോ, ഹല്ലേലൂയ, പ്രിയ ദൈവജനമേ, എവിടെ താഴ്മയുണ്ടോ അവിടെയാണ് ദൈവത്തിന്റെ പ്രവർത്തനമുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെയാണ് കർത്താവ് നമ്മളോട് ഇടപെടുവാൻ പോകുന്നത്. ആകയാൽ നാം ഓരോരുത്തരും കർത്താവിന്റെ താഴ്മ എന്ന സ്വഭാവത്തെ ധരിച്ചവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഇന്ന് ഈ വൈകിവേളയിൽ പ്രിയ ദൈവജനമേ, എത്ര പേർക്ക് ദൈവകരങ്ങളിൽ ഒന്ന് താഴ്ത്തി സമർപ്പിക്കുവാൻ കഴിയും? കർത്താവേ, ഹല്ലേലൂയ, എന്നെ തന്റെ ദൈവകരങ്ങളിൽ താഴ്ത്തുന്നു. അപ്പ അങ്ങനോട് ഇടപെടണമേ, അങ്ങനോട് സംസാരിക്കണമേ എന്ന് എത്ര പേർക്ക് പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുവാൻ കഴിയുന്നു? സ്നേഹിത, നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ പ്രൈസ് ദി ലോർഡ് ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. എവിടെ താഴ്മയുണ്ടോ? നമുക്കറിയാം, നമ്മുടെ കർത്താവ് താഴ്മ ധരിച്ചത് നമുക്കറിയാം. ശിഷ്യന്റെ കാല് കഴുകി കർത്താവ് താഴ്മ എന്ന സ്വഭാവത്തെ കർത്താവ് ധരിച്ചവനാണ്. ഹല്ലേലൂയ. കർത്താവ് ഒരു മാതൃകാ പുരുഷനും കൂടെയാ എന്ന് പറഞ്ഞാൽ കർത്താവ് തന്നെ ശിഷ്യന്റെ കാല് കഴുകുമ്പോൾ ശിഷ്യൻ എന്താ പറഞ്ഞതറിയാമോ? ഗുരു, അങ്ങന്റെ കാല് കഴുകരുതേ എന്ന. പ്രിയ ദൈവജനമേ, അങ്ങനെ പറയുമ്പോൾ കർത്താവ് പറഞ്ഞെന്താണെന്നറിയാമോ? ഞാൻ ഇന്ന് നിന്റെ കാല് കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല എന്ന. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ നാം ഓരോരുത്തരും എന്താ ചെയ്യേണ്ടത്? താഴ്മയെ ധരിച്ചവരായി മാറണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നാം താഴ്മ ധരിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, നമുക്കറിയാം, ഹല്ലേലൂയ, പിന്നെയും പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് നാം വളരെയേറെ അറിയുന്നവരാണ്. ആകയാൽ നാം ഓരോരുത്തരും ഈ നാളുകളായി എന്ത് ചെയ്യണമെന്നറിയാമോ? കർത്താവിനോട് അധികമായി അടുക്കണം പ്രിയരെ. പ്രാർത്ഥനയിലും പാട്ടിലും പ്രൈസ് ദി ലോർഡ് നാം കൂടുതലായി ദൈവത്തെ
ദൈവത്തിന്റെ സന്നിധിയിൽ പ്രൈസ് ലോർഡ് നാം അടുക്കണം. പിശാച് പറയുന്നു എല്ലാം നിന്റേതാക്കാം. എവിടെയാണെന്നറിയാമോ? 2 കൊരിന്ത്യർ 2:11 വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി, എന്നെ ഒന്ന് വണങ്ങിയാൽ മതി, എല്ലാം നിനക്ക് തന്നേക്കാം. പ്രൈസ് ലോർഡ്. പിശാചാണവൻ അങ്ങനെയാണ് അവൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അവൻ പറയുന്നത് എന്താ അറിയാമോ? ഈ കാണുന്നതെല്ലാം നിന്റെ, എല്ലാം എന്റേതാണ്, എന്നെ ഒന്ന് വണങ്ങിയാൽ മതി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സകലതും നിനക്ക് തന്നേക്കാം എന്നാണ് പറയുന്നത്. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, യേശു കർത്താവ് എന്താ ചെയ്തത്? പിശാചിനെ കർത്താവ് ശാസിച്ചു. ആമേൻ. ഹല്ലേലൂയ. ജനം നിന്നെ ഉയർത്തുവാൻ ശ്രമിച്ചാൽ നീ എന്ത് ചെയ്യണം? ഓടി രക്ഷപ്പെടണം. അവിടെ 1 മിനിറ്റ് പോലും നിന്നേക്കരുത്. ഹല്ലേലൂയ. ചിലർ പറയാറില്ലേ, ഓ കർത്താവിന് വിലയേറിയ ദാസി, വിലയേറിയ ദാസൻ എന്നൊക്കെ ആരെങ്കിലും പറയാനായിട്ട് ആഗ്രഹിച്ചെങ്കിൽ അവിടെ നിന്നേക്കരുത്, അവിടെ നിന്ന് ഓടിപ്പോയേക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മെ ആര് ഉയർത്തുവാൻ, നമ്മെ ആര് പുകഴ്ത്തുവാൻ ആഗ്രഹിക്കുന്നുവോ, പ്രൈസ് ദി ലോർഡ് ദൈവജനമേ, അത് പിശാചിന്റെ തന്ത്രമാ. അവിടെ കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കർത്താവിനെ രാജാവാക്കുവാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ കർത്താവ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാ ചെയ്തത്. അതുകൊണ്ട് നാമും അങ്ങനെ തന്നെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, അവസാനമായിട്ട് ഒരു പോയിന്റ് കൂടെ പറഞ്ഞു ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ചുകൊള്ളാം. വിരുദിനായി ഓടുക. പ്രൈസ് ദി ലോർഡ്. വിരുദിനായി ഓടുക. നമുക്ക് ഒരു വേദഭാഗം വായിക്കാം പ്രിയപ്പെട്ടവരെ. 2 തീമോഥെയോസിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എന്താ പറയുന്ന അറിയാമോ? ഒരു നല്ല ഓട്ടത്തെ കുറിച്ചാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. എന്താണെന്ന് അറിയാമോ? ഞാൻ നല്ല പോർ പൊരുത്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് നീതിയുള്ള ന്യായാധിപതിയായി കർത്താവ് ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ. എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും ഓടുന്നതും അധ്വാനിക്കുന്നതും എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? കർത്താവ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഒരു കിരീടം ഒരുക്കി വെച്ചിരിക്കുക. നമുക്ക് വേണ്ടി ഒരു വിരുദുണ്ട്. ആ വിരുദിൽ ആ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ചെടുക്കാൻ വേണ്ടിയാ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എത്ര പേർക്ക് ഇന്നീ വൈകി വേളയിൽ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയും? അരുമനാഥരെ, അങ്ങൊരുക്കിക്കൊണ്ടിരിക്കുന്ന ആ നിത്യ വിരുദിനായി കർത്താവ് എന്നെ കൂടെ ഒരുക്കണമേ എന്ന് എത്ര പേർക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയും? അപ്പോസ്തലൻ പൗലോസ് ഇവിടെ പ്രസ്താവിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്കെന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയുന്നത് എനിക്ക് മാത്രമല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് മാത്രമല്ല, നീതിയുള്ള കിരീടം എന്നത് എല്ലാവർക്കും യേശുവിനെ ഏറ്റുകൊണ്ട് കർത്താവിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഏവർക്കും ഉള്ളതാണെന്ന് ഇവിടെ പറയപ്പെടുന്നു. ദൈവജനമേ, ആകയാൽ പ്രൈസ് ദി ലോർഡ്, കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ നിത്യ വിരുദിനായി നാം ഒരുങ്ങണം പ്രിയപ്പെട്ടവരെ. അത് പ്രാപിച്ചെടുക്കുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചിലർ, പ്രിയപ്പെട്ടവരെ, ഞാൻ ആരംഭത്തിലേ പറഞ്ഞു, ചിലർ ഓടുന്നത് മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി ഓടുന്നത് കാണാം. ചിലർ ഓടുമ്പോൾ മറ്റുള്ളവരെ തള്ളിവിട്ടിട്ട് ഇവർ ഓടുക ജയിക്കാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ചിലർ ഓട്ടത്തിൽ ഒരു സ്ഥിരതയും ഉണ്ടാവുകയില്ല. എന്നാൽ വിശ്വാസമാകുന്ന പോർക്കളത്തിൽ ഓടുന്ന പ്രിയപ്പെട്ട സ്നേഹിത, സഹോദരി, നിങ്ങളുടെ ഓട്ടത്തിൽ സ്ഥിരതയുണ്ടാവണം. മാത്രമല്ല, നിങ്ങൾ ഓടുന്ന വിശ്വാസമാകുന്ന പടകിൽ എന്റെ യേശു കർത്താവിന്റെ ഒരു വലിയ സാന്നിധ്യം ഉണ്ടോ എന്ന് നീ അറിഞ്ഞുകൊള്ളണം. ഇന്ന് പകൽക്കാലം നിന്നെ തന്നെ ദൈവകരങ്ങളിൽ നിന്ന് സമർപ്പിച്ച് ഒന്ന് ശോധന ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നമ്മോടൊപ്പം നാം ഓടുന്ന നമ്മുടെ ഓട്ടത്തിൽ, നമ്മുടെ പന്തയത്തിൽ യേശുവിന്റെ സാന്നിധ്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയരെ, ഇത് പറയുമ്പോൾ ഞാൻ ഒരു സ്റ്റോറിയുടെ പറഞ്ഞു, ഒരു ചെറിയൊരു കഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഒരു കഴുകനും ഒരു അണ്ണാൻ കുഞ്ഞും എന്താണെന്നറിയാമോ? കഴുകൻ വാനത്തിലൂടെ പറക്കുമ്പോൾ കഴുകൻ കണ്ടു ഒരു അണ്ണാൻ കുഞ്ഞിരിക്കുന്നത് കണ്ടു. എന്നാൽ എന്താ സംഭവിച്ചെന്നറിയാമോ ദൈവമക്കളെ? കഴുകനെ അണ്ണാൻ കുഞ്ഞും കണ്ടു. അപ്പോൾ ഈ അണ്ണാൻ കുഞ്ഞ് ഓടി രക്ഷപ്പെടുവാനായിട്ട് ശ്രമിച്ചു. എങ്ങനെയെങ്കിലും കഴുകനെ കൊത്തി തിന്നും എന്ന് പറഞ്ഞിട്ട് ഈ അണ്ണാൻ കുഞ്ഞ് ഓടുകയാ. ഓട്ടം ആരംഭിച്ചു. അതിനെ എത്രമാത്രം ഓടുവാൻ കഴിയുമോ അത്രയും വേഗത്തിൽ ഈ അണ്ണാൻ ഓടി 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 രക്ഷപ്പെടുകയാ.
നോക്കണം ദൈവമക്കളെ, അവസാനം അണ്ണാന്റെ കയ്യും കാലും ഒക്കെ കുഴഞ്ഞു തുടങ്ങി, ഓടാൻ പറ്റുന്നില്ല. എങ്കിലും അണ്ണാൻ വാവിട്ട് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അണ്ണാൻ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കുക, എവിടെയെങ്കിലും ഒന്ന് ഒളിക്കുവാൻ കഴിയുമോ? കഴുകൻ പിടിക്കുന്ന സ്ഥിതിയിലാണ്. കഴുകൻ തൊട്ടു പുറകിലുണ്ട്. ദൈവജനമേ, അവസാനം ഈ അണ്ണാന്റെ കണ്ണിന്റെ മുൻപിൽ ഒരു ചെറിയൊരു പൊത്ത് കണ്ടു. ദൈവജനമേ, ഈ അണ്ണാൻ എന്താ ചെയ്യുന്നറിയാമോ? താൻ ഓടി ആ പൊത്തിനകത്തേക്ക് കയറി. പ്രൈസ് ദി ലോർഡ്. നോക്കണം ദൈവജനമേ, അപ്പോൾ ഇനിയിപ്പം ഈ അണ്ണാനെ കഴുകന് പിടിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഇനി ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ ഈ കഴുകൻ ചോദിക്കുക, ഈ പൊത്തിന്റെ പുറകിൽ ഇരുന്നുകൊണ്ട്, വെളിയിലിരുന്നുകൊണ്ട് ഈ കഴുകൻ അണ്ണാനോട് ചോദിക്കുക, അല്ലയോ അണ്ണാനെ, നീ രക്ഷപ്പെട്ടല്ലോ, നീ എങ്ങനെയാ രക്ഷപ്പെട്ടത്? അതൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. നോക്കണം ദൈവമക്കളെ, ഇത് കേട്ടപ്പോൾ അണ്ണാന്റെ മറുപടി എന്താണെന്നറിയാമോ? അല്ലയോ കഴുക, നീ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയല്ലേ എന്നെ കൊന്ന് തിന്നുവാനായിട്ട് നീ പരിശ്രമിച്ചത്? പക്ഷേ എനിക്ക് എന്റെ ജീവരക്ഷയ്ക്കായിട്ട് ഓടിയല്ലേ പറ്റൂ എന്നാണ് പറഞ്ഞത്. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് ഈ വൈകിയ വേളയിൽ ദൈവത്തിന്റെ വചനത്തിന് മുൻപിലായിരിക്കുന്ന സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയട്ടെ. ലോകമാകുന്ന സമുദ്രം ഹല്ലേലൂയ മുങ്ങുവാൻ പോകുന്നു. സ്നേഹിത, ഹല്ലേലൂയ, കൃപയുടെ വാതിലുകൾ അടയുവാൻ പോകുക. ഇത് അന്ത്യകാലം എന്നറിഞ്ഞുകൊണ്ട് സ്നേഹിതരെ, കർത്താവിന്റെ വരവിനായി കാത്തിരിക്കണമേ. വിശുദ്ധിയോട് വേർപാടോടുകൂടി ജീവിക്കണമേ. നമ്മുടെ ഓട്ടവും അധ്വാനവും ഒന്നും വൃഥാവായി പോകരുത്. സഹോദരങ്ങളെ, അരുമനാഥന്റെ വരവ് സമീപമായി നിൽക്കുന്നു. ജാതി ജാതിയോട് എതിർക്കുന്നു, രാഷ്ട്രം രാഷ്ട്രത്തോട് എതിർക്കുന്നു, ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെയായി ഉണ്ടാകുന്നു. യുദ്ധവും യുദ്ധശ്രുതികളെ കുറിച്ചൊക്കെ നിങ്ങൾ കേൾക്കും എന്നാണ് വചനം പറയുന്നത്. കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ലോകമെമ്പാടും നാം കണ്ടും കേട്ടുകൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, വചനം എന്താ പറയുന്നത്? ഹല്ലേലൂയ. വചനത്തിൽ പറയുന്നു, കൊള്ള നോയികൾ വരും എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ ദൈവജനമേ, ഈ ലോകത്തിലുള്ള വൈദ്യന്മാർ കണ്ടുപിടിക്കാത്ത തരത്തിലുള്ള രോഗങ്ങൾ മനുഷ്യന് വരും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അതിന്റെയൊക്കെ ചെറിയ ലക്ഷണങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. കൊറോണ ഒന്നാം തരംഗം, രണ്ടാം തരംഗം, മൂന്നാം തരംഗം, അതെല്ലാം പോയി വീണ്ടും ഒമിക്രോൺ തുടങ്ങി പിന്നെയും ഓരോ പേരുകളിൽ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ സഹോദരങ്ങളെ. പ്രൈസ് ദി ലോർഡ്. എന്താ ഇതിന്റെയൊക്കെ കാരണം? എന്താ? എന്റെ കർത്താവിന്റെ വരവ് സമീപമായി, എന്റെ കർത്താവിന്റെ കാഹളത്തിന്റെ ധ്വനി കേൾക്കുന്ന സമയം ബഹുശീഘ്രമായി ഉണ്ട്. പ്രിയരെ, കർത്താവ് വരുവാൻ സമയമായി. കൈവിടപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. കൈവിടപ്പെട്ടു പോകരുതേ, തള്ളപ്പെട്ടു പോകരുതേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് നിങ്ങളോട് പറയും, എന്താണെന്നറിയാമോ? ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. സ്നേഹിത, ഹല്ലേലൂയ, നാം ഈ ഓടുന്നതും അധ്വാനിക്കുന്നതും ഈ ഓട്ടപ്പന്തയത്തിൽ ഹല്ലേലൂയ തകർന്നു പോകുവാനല്ല, താളടിയായി പോകുവാനല്ല, പരാജിതരായി പോകുവാനല്ല, പിന്നെയോ ഓട്ടപ്പന്തയത്തിൽ സമ്മാനം നേടുവാൻ വേണ്ടിയാ. എന്റെ കർത്താവ് പലവിധമാകുന്ന സമ്മാനങ്ങളെ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുക. സ്നേഹിത, അത് നാം പ്രാപിച്ചെടുക്കണം. വിരുദിനായി നാം ഓടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോവുകയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ ഓട്ടം, പ്രൈസ് ദി ലോർഡ്, പ്രിയ ദൈവജനമേ, നമ്മുടെ ഓട്ടം വിരുദിനായുള്ള ഓട്ടമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിരുദിനായുള്ള ഓട്ടമായിരിക്കണം. നാം ഓടുന്ന ഓട്ടം കൊണ്ട്, നാം അധ്വാനിക്കുന്നത് കൊണ്ട് അത് വ്യർത്ഥമായി പോകരുത് സ്നേഹിതരെ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് എന്താ? ഹല്ലേലൂയ, ഞാൻ നല്ല പോർ പൊരുത്, ഓട്ടം തികച്ചു. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യർക്കും കർത്താവ് ഒരുക്കി വെച്ചിരിക്കുക. ആ വിരുദിനായി അത് പ്രാപിച്ചെടുക്കുവാൻ ദൈവജനം ഹല്ലേലൂയ ഒരുങ്ങണമേ എന്ന് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ഇവിടെ കേട്ടതായ വചനം വിരുദിനായി ഓടണം. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ഹല്ലേലൂയ, ലോകത്തിനോട് പറഞ്ഞു, ഹല്ലേലൂയ, നിന്റെ ജീവരക്ഷയ്ക്കായി ഓടുവാൻ. പ്രൈസ് ദി ലോർഡ്. പാപത്തെ വിട്ടോടുവാൻ. ഹല്ലേലൂയ. ജോസഫിന്റെ ചരിത്രം ഞങ്ങൾക്ക് ചിന്തിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, അതുപോലെ തന്നെ കർത്താവേ, ജനം നിന്നെ ഉയർത്തുമ്പോൾ ഹല്ലേലൂയ, നീ അവിടെ നിന്റെ പുകഴ്ചയ്ക്ക് വേണ്ടി നിൽക്കരുത് എന്ന വചനത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. വിരുദിനായി ഞങ്ങൾ ഓടുന്നപ്പ, ഞങ്ങൾ അധ്വാനിക്കുന്നതും ഹല്ലേലൂയ കർത്താവ്
കർത്താവേ, ഞങ്ങൾ അധ്വാനിക്കുന്ന നഷ്ടമായി തീരരുതപ്പ. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ നിത്യാവകാശികളായി തീരുവാൻ ഞങ്ങളെ അപ്പച്ചൻ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടവർക്കായി സ്തോത്രം, വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. ഇന്ന് വചനം കേട്ടവരിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടാകട്ടെ, ഒരു വലിയ വീണ്ടെടുപ്പ് ഉണ്ടാകട്ടെ, ഒരു വലിയ രക്ഷിപ്പുണ്ടാകട്ടെ, ഒരു വലിയ മാനസാന്തരം ഉണ്ടാകട്ടെ. കർത്താവ് സഹായിക്കണം. എല്ലാവരോടും അപ്പച്ചൻ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളെ കൊണ്ട് അപ്പച്ചൻ നിറയ്ക്കണം. സകലതും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന്റെ എല്ലാ അഡ്മിന്മാരെയും ഓർത്ത് അടിയൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായി കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലായിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവദാസന്മാർ, ദൈവദാസിമാർ, സഹോദരന്മാർ, സഹോദരിമാർ, എന്നെ ഇതുവരെയും വീക്ഷിച്ചു കൊണ്ടിരുന്ന എൻ്റെ പ്രത്യേക മാന്യ പ്രേക്ഷകരോടും ഉള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക അറിയിപ്പ് ഞാൻ നൽകുവാൻ കൊണ്ടും പോകുന്നത് ദൈവജനമേ, ഈ വരുന്ന 9-ാം തീയതി മുതൽ, ഞായറാഴ്ച മുതൽ 9 മുതൽ 22 വരെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന്റെ 13ാമത്തെ ഓൺലൈൻ കൺവെൻഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പല ദൈവദാസി ദാസന്മാർ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസി ദാസന്മാരുടെ അനുഗ്രഹമേറിയ വചന ശുശ്രൂഷ ഇവിടെ നടക്കും. ദൈവമക്കളെ, ദിനംതോറും ആത്മീക മന്ന ഭക്ഷിക്കുവാൻ കൃത്യം 5 മണിക്ക് ഞായറാഴ്ച മുതൽ നിങ്ങൾ റോസ് ഫാമിലിയുടെ FB പേജിൽ നിങ്ങൾ എല്ലാവരും കടന്നു വരണം. നിങ്ങളെല്ലാവരും ഞാൻ പ്രത്യേകം ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. ഏത് സഭയെന്നൊന്നും ഇവിടെ വ്യത്യാസമില്ല. എല്ലാ സഭക്കാർക്കും ഹല്ലേലൂയ, എല്ലാ വ്യക്തികൾക്കും, എല്ലാ ഗ്രൂപ്പുകാർക്കും ഞങ്ങളുടെ ഈ പ്രത്യേക പ്രോഗ്രാമിൽ നിങ്ങൾ കടന്നു വരണം. നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വചനം, പ്രിയരേ, ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ദൈവമാണ്. ആ വചനത്തിൽ നിന്ന് ജീവനുള്ള വാർത്തകളെ കേൾക്കുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തെ ഒരു പടി കൂടെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ, കർത്താവിന്റെ വരവിനാൽ നമുക്ക് കാത്തിരിക്കുവാൻ, വിശുദ്ധിയോടെ വേർപാടോടെ കൂടി ജീവിക്കുവാൻ നമുക്ക് കർത്താവിന്റെ വചനം ആവശ്യമാണ്. മായമില്ലാത്ത വചനം. പ്രൈസ് ദി ലോർഡ്. അത് നാം ഭക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അതിനുവേണ്ടി എല്ലാവരെയും ഞാൻ ഞായറാഴ്ച മുതൽ ഇവിടെ നടക്കുന്ന കൺവെൻഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവമായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ദൈവമക്കളെ, പ്രാർത്ഥനാ വിഷയങ്ങളുള്ളവർ ദയവായി റോസ് ഫാമിലിയുടെ ഈ FB പേജിന്റെ സ്ക്രീനിൽ വരുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ ദൈവജനം, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ 8 വർഷമായി നടക്കുന്ന വാട്സപ്പ് ഓൺലൈൻ പ്രയർ ഗ്രൂപ്പ് ഉണ്ട്. 24 hours പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് അഡ്മിന്മാരുണ്ട്, ദൈവദാസി ദാസന്മാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അവർ ആ വിഷയങ്ങൾ അവർ അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അനേകരുടെ ജീവനുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഒരു വാട്സപ്പ് പ്രയർ ഗ്രൂപ്പാണ് ദൈവമക്കളെ ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, റോസ് ഫാമിലിക്ക് ഒരു ഗൂഗിൾ മീറ്റ് ഉണ്ട്, അതുപോലെ സൂമിന്റെ പ്രവർത്തനങ്ങളുണ്ട് ദൈവജനമേ. അതുപോലെ തന്നെ ഒരു ടെലിഗ്രാം ആപ്പ് ഉണ്ട്. അത് മാത്രമല്ല ദൈവജനമേ, ഒരു യൂട്യൂബ് ചാനലും കൂടെ ആരംഭിച്ചിരിക്കുന്നു എന്നത് സന്തോഷത്തോടു കൂടി അറിയിക്കട്ടെ. ഇതിലൊക്കെയും ആയിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥനയിൽ നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും. ദൈവമായി കർത്താവ് വരാറായി. ദൈവമക്കളെ, യേശു കർത്താവിന്റെ വരവിനായി കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ആ വിരുദിനായി നമുക്ക് ഒരുങ്ങാം. വിശുദ്ധിയോടെ വേർപാടോടുകൂടി ജീവിക്കാം. ദൈവമായി കർത്താവ് സകലരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ.